ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ടേസ്റ്റി ടേബിൾ എന്നാണ്. അപ്പോൾ ഈ ടേസ്റ്റി ടേബിൾ എന്ന യൂട്യൂബ് ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു ചാനലിന്. അപ്പോൾ ഇന്നത്തെ തുടക്കം ഒരു മസാല ചായയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മസാല ചായ ഇടലാണ് കേട്ടോ. ഏലക്കായും ഇഞ്ചിയും ഒരു കറാമ്പൂ എല്ലാം ഇട്ടിട്ട് ഒരു പാലെല്ലാം നല്ല പോലെ ഒഴിച്ചിട്ട് പഞ്ചസാരയെല്ലാം ഇട്ട് ഒരു മസാല ചായ റെഡിയാക്കിയിട്ട് ചൂടോടെ കുടിച്ചിട്ട് ബാക്കി വിശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ മസാല ചായ ഒന്ന് കുടിച്ചോട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സാമ്പാറാണ്. ആദ്യം തന്നെ സാമ്പാറിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു, തേങ്ങയും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. കറിവേപ്പില കുറച്ചല്ല കേട്ടോ, ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കുക, അത്രയും ടേസ്റ്റാണ്. ഇത് വറുക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയാണെങ്കിൽ അതൊരു 2-3 ഇട്ട് കൊടുക്കുക. ഇത് ഒരു ചെറിയ ഉള്ളിയുടെ അരക്കഷ്ണം ചേർത്ത് കൊടുത്തതാണ്. നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. എൻ്റെ സാമ്പാറിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് ഞാനിത് ഇത്ര പോലെ പൊടി ചേർക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ തരത്തിൽ നമുക്ക് എത്രയാണോ ആൾ അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലേ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പൊടിയും ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. തീ സിമ്മിലിട്ടിട്ട് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്ര പൊടിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പൊടിയെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഇതാ ചുവന്ന പരിപ്പെടുത്ത് നല്ലപോലെ കഴുകിയെടുത്ത് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാൻ നോക്കലാണ്. ഇതാ ഇത്ര വെള്ളമാണ് ഇതിന് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് നമുക്ക് 2 വിസിൽ വരുന്നവരെ അത് വേവിച്ച് എടുക്കാം. അപ്പോൾ ഇതാ അത് വേകുമ്പോഴത്തേക്കും നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കഴുകിയെടുത്ത് മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണം ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ, എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള കഷ്ണങ്ങളാണ്. ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ് അങ്ങനെ പച്ച, ചുവപ്പ്, മഞ്ഞെല്ലാം വരുമ്പോൾ നല്ലൊരു ഭംഗിയായി സാമ്പാറിൻ്റെ കഷ്ണം കാണാൻ. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പച്ചമുളകുണ്ട്, ചേമ്പിൻ്റെ കഷ്ണമാണ് കേട്ടോ ഇത്. അതിട്ട് ഒരു കൊഴുപ്പുണ്ടാവും സാമ്പാറിന്. പിന്നെ ഇതാ നല്ല 2 തക്കാളി, ക്യാരറ്റ്, ഉള്ളി, ഇത്രയും കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സാമ്പാർ ഉണ്ടാക്കേണ്ട പാത്രമാണ്. മറ്റേ കുക്കറിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കുക്കറായതുകൊണ്ട് അത് എല്ലാ കഷ്ണവും ഇട്ട് അരവലൊഴിച്ച് ചെയ്യുമ്പോൾ തിളച്ച് മറിയും. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അരച്ച് വെച്ച് അരവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിലെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കഷ്ണം കായാണിത്, അതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിക്കാൻ വെക്കണം. കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. നല്ലപോലെ ഒന്ന് കഷ്ണങ്ങളെല്ലാം വേവട്ടെ. അപ്പോൾ രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. രാവിലെ ഇഡ്ഡലിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ആയാലും ദോശ ആയാലും എങ്ങനെയായാലും ഉണ്ടാക്കാം. നല്ല ഇന്നലെ അരച്ച് വെച്ച അരി നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ അടപ്പെല്ലാം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇങ്ങനെ വെന്ത് വരുന്നതേ ഉള്ളൂ. നല്ലപോലെ വെന്തിട്ടാ. ഇനി നമുക്ക് അതിലേക്ക് ആ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്നും കൂടി കഷ്ണം ഒന്നും കൂടി വേവട്ടെ, അടച്ച് വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ കഷ്ണം കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ച പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെയും വെക്കാം സാമ്പാർ തന്നെ പല തരത്തിലുണ്ടാക്കും കേട്ടോ. ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇനി പിന്നെ ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ വേറൊരു തരത്തിലുണ്ടാക്കാം, അരക്കാണ്ട് ഉണ്ടാക്കാം, എന്തെല്ലാം തരത്തിലും സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. വളരെ എളുപ്പത്തിലുണ്ടാക്കാം.
അപ്പോൾ ഇത് സാമ്പാർ പൊടിയില്ലേ, അത് 2 സ്പൂണ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട്, ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായത് കാരണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒരു കറിവേപ്പിലയുടെ തണ്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ തിളക്കാൻ വെച്ച് കൊടുത്തിന്. അങ്ങനെ നല്ലപോലെ തിളച്ച് എല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. ഞാൻ ആ പാത്രം സാമ്പാർ കറി മാറ്റി വെച്ചിട്ട് അതിലേക്ക് വറവിനായിട്ട് ഉള്ളിയും കറിവേപ്പിലയും, ഉള്ളി കാച്ചി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഈ ഉള്ളി കാച്ചി വയ്ക്കുമ്പോൾ കടുക് വറുക്കണം എന്നില്ല, പക്ഷേ ഞാനിവിടെ എൻ്റെ അമ്മ എപ്പം പറയും കടുക് വറുക്കണം എന്നില്ല എന്ന്. ഉള്ളി ഇങ്ങനെ കാച്ചി വെച്ചാൽ അതിൻ്റെ രുചി മാത്രം മതിയെന്ന്. അപ്പോൾ നല്ലപോലെ ഒരു ഉള്ളിയും, ചെറിയ ഉള്ളിയാണ്, അപ്പോൾ ഒരു ഉള്ളി കഷ്ണം ചെറുതായി അരിഞ്ഞെടുത്തതും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത്, പിന്നെ അത് മൂക്കുമ്പോൾ കുറച്ച് കടുക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കറിയിലേക്കെല്ലാം വറവൊഴിച്ച് കൊടുത്ത് നല്ല അടിപൊളി കറി സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നും കൂടി ഞാൻ പറയുന്നത്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ നാളെ നല്ല വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ.